മരം ഒരു മരം എന്ന് പഴയ ആൾക്കാർ പറയണ വെറുതെ അല്ല കേട്ടോ. ഞാൻ പുതിയ വർക്കിന്റെ മെറ്റീരിയൽ മാറ്റ് അടിക്കാൻ കൊടുത്തേക്കണേ, അത് 3-4 ദിവസം കഴിയും കിട്ടാൻ. അപ്പോൾ നമുക്കൊരു വെറുതെ തന്നെ തിരിച്ചു നടന്നപ്പോൾ ഒരു പണി കിട്ടിയതാണ്. മാവ് ഇല പൊഴിച്ചുകൊണ്ടാണല്ലോ ഈ പണി കിട്ടിയത്. മരം ഒരു മരം തന്നെയാണ്. ഈ കരിമ്പും ജ്യൂസ് അടിക്കുന്ന പോലത്തെ വിഷയത്തിലിട്ടാണ് ഈ പൈപ്പ് വളക്കുന്നത്. ബായി അതിൻ്റെ ഇടക്ക് പൈപ്പ് കയറ്റിയിട്ട് പുല്ല് പറിക്കാൻ പോയേക്കണം. ഇതിൻ്റെ ഈ ബേസ് വരുന്ന ഈ റൗണ്ട് മാത്രം നമ്മൾ വളച്ചിട്ടില്ല കേട്ടോ, ബാക്കിയൊക്കെ നമ്മൾ ഇവിടെ ഇട്ട് തന്നെ വളച്ചെടുക്കാമെന്ന് രീതിയാണ്. ഇതിപ്പോൾ 2 പീസാക്കി വളച്ചത് വേറെ ഒന്നുമല്ല, ബൈക്കിനാണ് ബൈക്കിൽ വെച്ച് കെട്ടിയിട്ടാണ് പോയി കൊണ്ടുവന്നത്. ഒറ്റ ലെങ്ത് ആകുമ്പോൾ നമുക്ക് ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിൻ്റെ മെറ്റീരിയൽ മൊത്തം 6500 രൂപയായി. മെഷും 2 ലെങ്ത് പൈപ്പും 1/2 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പാണ്. പിന്നെ മെറ്റീരിയൽ ലിസ്റ്റൊക്കെ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ബാക്കി മുകളിലോട്ടുള്ള പീസുകളെല്ലാം നമ്മൾ ഈ KCBയുടെ പോസ്റ്റ് ബെൽറ്റ് വളച്ചെടുക്കണേണ്. റോട്ടിലൊന്നും ഒരു മനുഷ്യനില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്കൊരു 3/4 ഇഞ്ച് പൈപ്പ് വരെയൊക്കെ ഇങ്ങനെ വളച്ചെടുക്കാൻ പറ്റൂട്ടോ. നോക്കി വളക്കണം, അധികം വലിയ പ്രഷർ കൊടുത്ത് ഇത് ചെയ്യരുത്. അപ്പോൾ എന്താ ഒരു സൈഡിൽ പാട് വീഴും. ഇത് പിന്നെ വലിയ കുഴപ്പമില്ല, ഉള്ളിലായതുകൊണ്ട് അറിയില്ല. ഇത് പിന്നെ നമ്മൾ ഇവിടെ ഇട്ട് വളച്ച വേറെ ഒന്നുമല്ല, ഈ ബെൻഡിങ് കാശ് കളയേണ്ടെല്ലാം രീതിയാണ്. ബെൻഡിങ് വലിയ പൈസയൊന്നുമില്ല. ആ ഒരു ലെങ്ത് പൈപ്പ് വളച്ചതിന് 180 രൂപ, 200 രൂപയുള്ളു. അവിടെ ഒരു മീറ്ററിന് 30 രൂപയാണ് വളക്കണതിന് ചാർജ്. ഇനിയിപ്പോൾ അത് മറിച്ചിട്ട് എല്ലായിടത്തും ഒരേ ടാക്കിട്ട് എടുക്കാം. എന്താ നമ്മൾ അങ്ങോട്ടൊക്കെ വലിക്കുമ്പോൾ അത് ഇളകി പോകേണ്ടിരിക്കാനാണ്. ഇതാകുമ്പോൾ പിന്നെ അധികം ഗ്യാപ്പൊന്നും വരില്ല നമ്മൾ അങ്ങോട്ട് കൊണ്ട് വലിക്കുമ്പോൾ. ഇത് സ്റ്റീലിൻ്റെ 304 ഗ്രേഡാണ്, അതുകൊണ്ട് പിന്നെ തുരുമിച്ച് പോകില്ല. ഇത് കിണർ പോയാലും വല അവിടെ തന്നെ ഉണ്ടാവും. മടി പിടിച്ച് ചുരുണ്ടുകൂടി കിടക്കണ ഈ മെഷ് നമുക്ക് ഇനി വലിച്ച് നിർത്തണം. മെഷ് നിർത്തൽ ഒറ്റക്ക് പറ്റൂല. അപ്പോൾ ആ മുതലാളുടെ ചേട്ടനാണ്, പുള്ളീനൊന്ന് വിളിച്ചാണ്. പിന്നെ സ്റ്റീലിൻ്റെ മെഷ് നിർത്താൻ വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാനത് തിരിച്ച് റിട്ടേൺ അടിക്കുമെന്ന് എഴുതി, വലിയ കുഴപ്പമില്ല. തിരിച്ചു വെച്ചിട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ട് നടന്നപ്പോൾ തന്നെ ആൾ തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ അടിച്ചു വെച്ച് ഈ ഫ്രെയിമിൽ ഈ മെഷ് അങ്ങോട്ട് അടിച്ചു വെക്കാം. ഒരേ ടാഗ് ഇട്ടാൽ മതി. മറ്റേ GAയുടെ മെഷ് പോലെയല്ല ഇത്, ഒരു ടാഗ് ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പിടിച്ചോളും. GAയുടെ മെഷ് ആകുമ്പോൾ നമ്മൾ മെഷ് കത്തിപ്പോവും. ഈ ഗാൽവനൈസിങ് ഉള്ളതുകൊണ്ട് ആ മെറ്റൽ വരെ കത്തിപ്പോവും, പെട്ടെന്ന് മെഷ് കത്തിപ്പോവും. ഇതങ്ങനെയുണ്ട്, ഇത് നല്ല സുഖമാണ് അടിക്കാനത്. തമിഴന്മാരുടെ വെള്ളത്തിൽ കിടക്കണ വട്ടവഞ്ചി കയറിയ പോലെ ആയിപ്പോയി. ഞാൻ ഈ മെഷ് പെട്ടെന്ന് കത്തിപ്പോകുമെന്ന് വിചാരിച്ച്, പക്ഷെ വളരെ സുഖമാണ് അടിക്കാൻ. അതല്ല, ഒരു ടാക്ക് അടിച്ച് അപ്പം തന്നെ പിടിക്കുകയും ചെയ്യും. ടാക്കെല്ലാം ഞാൻ വേറെ എക്സ്ട്രാ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല. കിണറിൻ്റെ റൗണ്ട് കറക്റ്റ് 5 അടി ഉണ്ട് കേട്ടോ. ആ 5 അടി റൗണ്ടാണ് നമ്മൾ എടുത്തേക്കണത്. മെഷെല്ലാം അടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണേ. ഇത് അടിച്ച് കഴിഞ്ഞിട്ട് മെഷ് കട്ട് ചെയ്യണ നല്ലത്, ഈ റൗണ്ട് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഡോറിനുള്ള പീസ് വളച്ചെടുക്കാം. അതൊക്കെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലിട്ട് വളച്ചെടുത്താണ്. KCBക്കാർ വാടക ചോദിക്കുമെന്നറിയില്ല. ഇനിയിപ്പോൾ 1/2 ഇഞ്ച് പൈപ്പ് ആ ഡോറിൻ്റെ പീസ് കോർണർ കട്ട് ചെയ്തെടുക്കാം. അവിടെ കറക്റ്റ് 90 ആണ് വന്നത്. 1/2 ഇഞ്ച് പൈപ്പ് കറക്റ്റ് 90 കട്ട് ചെയ്ത് 2 പൈപ്പും കട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഒരു ടാക്ക് അടിച്ചെടുക്കണം. ടാക്ക് അടിക്കാനായിട്ട് 12 mm റോഡാണ് ഉപയോഗിച്ചേക്കണം. ഡോർ ആ പുറത്തെ റൗണ്ടിൻ്റെ കറക്റ്റ് ഉള്ളിലായിട്ടാണ് ഡോറ് സെറ്റ് ചെയ്തേക്കണത്. ഇരുമ്പിൻ്റെ കിണർ വിലയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കൂടി വന്നാൽ 1-2 കൊല്ലത്തിനുള്ളിൽ കുഴിത്തുരുമ്പോൾ ആകാൻ തുടങ്ങും. പെയിൻ്റ് അടിച്ചാലും ആ പെയിൻ്റാണ് പൊളിഞ്ഞു പോകും. അപ്പോൾ ആ ഡോർ അടിച്ചിട്ടുണ്ട്. ഇനി ആ ഡോറിന് മെഷ് അടിച്ചെടുക്കാം. മെഷ് ഇങ്ങനെ പഴയ പോലെ തന്നെ ഒരു 6 ഇഞ്ച് ഗ്യാപ്പിൽ ടാക്കിട്ട് എടുത്തിട്ടുണ്ട്. ഫുള്ള് ടാക്കിട്ട് എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കും. മുതലാളിയുടെ ചേട്ടൻ വനജയെ കഞ്ഞിയെടുത്താന്ന് പറഞ്ഞ് പുള്ളി പോയി. ഇനിയും പണിക്ക് വിളിച്ചാലാന്ന് കരുതിയാണ്. ഇങ്ങനെ കോഴിമുട്ട ഷേപ്പ് പോലെ ഉണ്ടാക്കിയത് വേറെ ഒന്നുമല്ല, വീടിൻ്റെ ചവറ് മുഴുവൻ താഴത്തോട്ട് വിടാനാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും വിചാരിച്ചിരിക്കാണ്ട് ആ വിജാഗിരി വെച്ച് ഡോർ അടിക്കാം. വിജാഗിരി നേരത്തെ വെച്ചേക്കണേന്ന്. സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരു ടാക്ക് അടിച്ചാൽ തന്നെ നല്ല സ്ട്രോങ് ആണ്. പക്ഷെ ഞാൻ നന്നായിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ വിജാഗിരി ചാടിയിരിക്കണ പീസാണ്, അത് 2 ഇഞ്ച് ഉണ്ടായി വിജാഗിരി, അതാണ് കട്ട് ചെയ്ത് കളഞ്ഞ്. ഇനിയിപ്പോൾ ആ ഓടാമ്പലിൻ്റെ ആ പീസ് കട്ട് ചെയ്ത് കളഞ്ഞ്. ഓടാമ്പൽ വെക്കാൻ പറ്റില്ല, ഈ റൗണ്ട് ആയതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത്. ഭായിമാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സഹായിക്കണേ.
കിണറിൽ 6M വാങ്കർ ബോൾട്ട് അടിക്കണത് സ്റ്റീലിൻ്റെ തന്നെ. അപ്പോൾ തുരുമ്പിച്ച് പോകില്ല. ഒരു പട്ട മേടിച്ചിട്ട് ആ പട്ട തുളച്ചിട്ട് അതിനകത്ത് അടിച്ചു നോക്കണേ. പട്ട തുളച്ച മേടിക്കാൻ കിട്ടും സ്റ്റീലിൻ്റെ തന്നെ. അപ്പോൾ ഭായിമാർ എൻ്റെ ഇവിടുത്തെ പണി കഴിഞ്ഞ് ഇനി കെട്ടും പാണ്ടൊക്കെ പെറുക്കി വീട്ടിൽ പോവാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.